ഒരു ഹാർട്ട് ഷേപ്പിലുള്ള കേക്കാണ് ഇന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാനുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ലവ് ഷേപ്പും സ്ക്വയർ ഷേപ്പൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ്. കൂട്ടത്തിൽ റൗണ്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് കുറച്ചുകൂടെ സുഖം. അപ്പോൾ കേക്കിൻ്റെ ഫ്ലേവർ വരുന്നത് റെഡ് വെൽവെറ്റ് ചീസ് ക്രീമാണ്. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ കേക്കൊക്കെ ക്രം കോട്ട് ചെയ്ത് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം എടുത്തിട്ടാണ് ഇതുപോലെ നമ്മൾ കേക്ക് ലവ് ഷേപ്പായിട്ട് കട്ട് ചെയ്യുകയും ഫ്രോസ്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ലവ് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്ക് നമുക്ക് നേരത്തെ തന്നെ അവർ ഫോട്ടോ അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു എങ്ങനത്തെ കേക്ക് വേണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കളർ ഷെയ്ഡാണ് ഏകദേശം നമുക്ക് ഫോട്ടോയിൽ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഫുൾ ക്രീമൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് താഴെയും മുകളിലും ഇതുപോലെ നോസിൽ വർക്കാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോസിൽ വർക്കൊക്കെ കൊടുത്ത ശേഷം നമുക്കിനി കേക്കിലേക്ക് റൈറ്റിങ്സും കൂടി എഴുതാനുണ്ട്. ഞാൻ പൈപ്പിംഗ് ബാഗിൽ ക്രീം യൂസ് ചെയ്തിട്ടാണ് പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ എനിക്ക് പേര് എഴുതുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എഴുതി ഏകദേശം സെറ്റായി എന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ നല്ല ഭംഗിക്ക് തന്നെ എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ പേരൊക്കെ എഴുതി കഴിഞ്ഞ് കുറച്ച് അവിടെ ഇവിടെ ലവും കൂടി സെറ്റാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.